Good afternoon, all. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Good Miss. afternoon, Miss. Good afternoon, Miss. ഓക്കെ, 31 പേരായിട്ടുള്ളൂല. കൗണ്ട് വളരെ കുറവാണ്. ഇനി വെയിറ്റ് ചെയ്താൽ ആരെങ്കിലും വരുമോ? തുടങ്ങാം, നമുക്കെല്ലാം വരുന്നവര് വരട്ടെ, നമുക്ക് തുടങ്ങാം.
ഓക്കെ, ഇന്ന് ആരാണ് പ്രെയർ റെഡി ആയിക്കണേ? പ്രെയർ ആരായിരുന്നു? ഞാനാ മിസ്. ഓക്കെ, പേര് ഇൻട്രഡക്ഷൻ പറയാട്ടാ. ഫസ്റ്റ് ഇൻട്രഡക്ഷൻ, സ്ഥലം പറയാ, എന്നിട്ട് തോട്ട് ഓഫ് ദ ഡേ പറയാം. ഓക്കെ. Prayer. Dear God, fill my heart with love. Help me love others as you love me. Help me forgive and love those who hurt me. Shower me with your love blessings. God, thank you, loving me unconditionally. Thank you. ഓക്കെ, നെക്സ്റ്റ് തോട്ട് ഓഫ് ദ ഡേ ആരാ? മാം ഞാൻ. ഓക്കെ, പേര് പറഞ്ഞോ. അപർണ. അപർണ ഫസ്റ്റ് ടൈം ആണോ പറയണത്? ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടാ? ഇല്ല പറഞ്ഞിട്ടില്ല. ഉണ്ടാ? ഇല്ല പറഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ. Good afternoon, everyone. Today's thought of the day: life is like a bicycle. To keep your balance, you must keep moving. Albert Einstein. I repeat, life is like a bicycle. To keep your balance, you must keep moving. Albert Einstein. ഓക്കെ, ഓക്കെ, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചാ? ഫുഡൊക്കെ കഴിച്ചു? ഫുഡൊക്കെ കഴിച്ചാ എല്ലാവരും? കഴിച്ചു മിസ്. മിസ് കഴിച്ചു. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണോ? വേറെ വർക്ക് സ്ഥലത്ത് ഉള്ളവരാരെങ്കിലും ഇപ്പുണ്ടാ? അതെല്ലാവരും വീട്ടിൽ തന്നെയാണോ? ഇതിലുള്ള ഇപ്പൊ ഒരു 34 പേരുണ്ട്. 34 പേരും വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണോ? വർക്ക് ചെയ്യുന്നവരാരെങ്കിലും ഇതില് ഇപ്പൊ വർക്ക് ചെയ്തത് ഇത് ഓൺ ചെയ്ത് വെച്ച് കാണുന്നുണ്ടാ? ഇല്ല, വീട്ടിൽ ഇരിക്കുന്നതാണ്. ഇനി ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല. മിസ് കഴിച്ചാ? കഴിച്ചു. ഇന്നാരും വർക്കിന് പോയ ഒരു ക്ലാസ്സിൽ കയറിയിട്ടില്ല മിസ്സേ. ഇന്ന് വർക്ക് ജോലിക്ക് പോണവരൊന്നും ആരും ക്ലാസ്സിൽ കയറിയിട്ടില്ല. 1-2 പേര് ജോലിക്ക് പോണവര് ഇടയ്ക്ക് ക്ലാസ്സിൽ കയറാറുണ്ട്. ഇന്നില്ലാന്ന് തോന്നുന്നു. കണ്ടില്ല, പേരൊന്നും കണ്ടില്ല അവരുടെ. ഓക്കെ. ആരുമില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ ആരെങ്കിലും മെസ്സേജ് ഇട്ടാനെ? ഇപ്പൊ ആരുമില്ലാന്ന് തോന്നുന്നു. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുന്നവര്. എല്ലാവരും ഇവിടെ ഉള്ളവരുടെ പുറത്തുനിന്ന് ആരെങ്കിലും ഉണ്ടാ? നമ്മുടെ കേരളത്തിന് പുറത്ത് ആരെങ്കിലും ഇതിലുണ്ടാ? Yes, miss. ഞാനുണ്ട്, ചെന്നൈ. അനീറ്റ ചെന്നൈ. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ എടുത്തേ? കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ്. അതിന്റെ നമ്മൾ ആ പോയിന്റ്സ് അതൊക്കെ ലാസ്റ്റ് പോയിന്റ് കംപ്ലീറ്റ് ആയില്ലേ? എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞായിരുന്നു. ഇനി നമ്മൾ എടുക്കുന്നത് കോമൺ ഡിസീസ് ഇൻ ചിൽഡ്രൻ. കുട്ടികളില് പൊതുവായിട്ട് കാണുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുട്ടികളില് നമ്മുടെ വീട്ടില് കുട്ടികളുണ്ട്. ഇപ്പൊ കാലാവസ്ഥ ഒക്കെ പെട്ടെന്ന് എല്ലാവർക്കും മഴയൊക്കെ ഉണ്ട് അവിടെ? മഴയൊക്കെ ഉണ്ടാ? ഉണ്ട് മിസ്സേ. ഏതാ ഉഷാനിൽ ഡിസ്ട്രിക്ട് ഏതാണ്? പത്തനംതിട്ട, പന്തളം. പന്തളം. അവിടെ ഭയങ്കര മഴയാണല്ലേ? പിന്നെ ഓക്കെ, പിന്നെ വേറെ ആരുള്ള? തിരുവനന്തപുരത്ത് ആരെങ്കിലും ഉണ്ടാ? അപർണ തിരുവനന്തപുരം ആണല്ലേ? അവിടെ ഭയങ്കര മഴയല്ലേ ഇപ്പോഴും? ഇവിടെ ഇപ്പൊ ഇല്ലല്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെ ക്ലൈമറ്റ് ഒക്കെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുമ്പോള്
നമ്മുടെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന്, കുട്ടികൾക്കെന്നല്ല നമ്മൾക്കായാലും അതെ, പക്ഷെ പെട്ടെന്ന് കുട്ടികൾക്കായിരിക്കും ഇത് നല്ലത് അല്ലെ? അവർക്ക് അതിനുള്ള ആ ഒരു പ്രതിരോധ ശേഷി കുറവുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് ചെറിയൊരു കാറ്റ് വീശിയാൽ പോലും പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം, കോമൺ ഡിസീസ് ഇൻ ചിൽഡ്രൻ. പൊതുവായിട്ട് കുട്ടികളിൽ കാണുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഏകദേശം ഒരു ഇതൊക്കെ നമുക്കറിയാം അല്ലെ? പിന്നെ മെയിൻ ആയിട്ടുള്ള അസുഖങ്ങൾ മൂപ്പിംഗ് കഫ്. മൂപ്പിംഗ് കഫ് എന്ന് വെച്ചാൽ എന്താ? വില്ലൻ ചുമ. വില്ലൻ ചുമ. വില്ലൻ ചുമയാണ് മൂപ്പിംഗ് കഫ്. അത് കൂടുതലും 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കായിരിക്കും കൂടുതലും. അവരെങ്ങനെയായിരിക്കും? ചുമ ഭയങ്കര ശക്തിയിലായിരിക്കും, അവർക്ക് ഭയങ്കര ചുമ. ഭയങ്കര ശക്തി എന്ന് വെച്ചാൽ അവര് ഭയങ്കര എഫേർട്ട് എടുത്ത് ഇങ്ങനെ ചുമക്കും. പക്ഷെ അവര് സ്വയം ചുമക്കണതല്ല, അതങ്ങനെ വരുന്നതാണ്. അപ്പൊ അവരുടെ ഭയങ്കര, ഇപ്പൊ നമ്മൾ പോലും ഒന്ന് ചുമക്കുമ്പോ കുറച്ച് അങ്ങോട്ട് ബുദ്ധിമുട്ടി അങ്ങോട്ട് ചുമച്ചുമ്പോ എന്താ, നമ്മുടെ അടിവയറ്റിന്ന് അങ്ങോട്ട് എന്തോ ഒരു ഇതുപോലെ ഒരു മിന്നൽ പോലെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ഒരു ചുമ വരുന്നതാണ് ഈ മൂപ്പിംഗ് കഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആരാണ് ഒരാളൊന്ന് വായിച്ചേ? ആരാ വായിക്കാം? സ്ക്രീൻ മാറ്റിയിട്ട് മിസ്സേ, സ്ക്രീന് വന്നിട്ടില്ല. കാണില്ല. ഓക്കെ ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടാ? ഇപ്പം വന്നു. മിസ്റ്റേക്കാണ്. കോമൺ ഡിസീസ് ഇൻ ചിൽഡ്രൻ. ഓക്കെ, അപ്പൊ ഒരാളൊന്ന് വായിക്കും. മൂപ്പിംഗ് കഫ് എന്താണെന്ന് ഒരാളൊന്ന് വായിച്ചേ. ഞാൻ വായിക്കാം മിസ്സേ. പേര് വായിക്കുന്ന ആള് പേര് പറയാനുണ്ടാ, കാരണം ശ്രീലക്ഷ്മി. നമ്മള് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പേര് പരിചയപ്പെടാൻ പറ്റുള്ളൂ, ആരൊക്കെയാണെന്ന് അറിയുന്നില്ല. ശ്രീലക്ഷ്മി എന്നാണ് എന്റെ പേര്. ശ്രീലക്ഷ്മി എവിടെയാണ്? എറണാകുളം, ആലുവ. ആലുവ. ഉം. ആലുവയിൽ എവിടെയാണ്? UC കോളേജിനടുത്ത്. യൂസിയുടെ അടുത്തല്ലേ? ഓക്കെ ഓക്കെ. മറിയപ്പടിയൊക്കെ ഭാഗം അല്ലേ? ഇത്രയും പോണ്ട്, എക്സാക്ട് പറവൂർക്കവല. UCയുടെ ജസ്റ്റ് ആ ടേണിംഗ് ഒന്ന് തിരിയുമ്പോ തന്നെ വീട്. ഓക്കെ ഓക്കെ. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും വായിക്കുമ്പോൾ നമ്മൾ അവരെ പരിചയപ്പെടുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എല്ലാവരെയും വിളിച്ച് പരിചയപ്പെടാൻ പറ്റില്ല. ഇനിയിപ്പോ ശ്രീലക്ഷ്മിനെ ആലുവ ഞാൻ മറക്കില്ല. ഓക്കെ, അപ്പൊ ഇനി മൂപ്പിംഗ് കഫ് അതൊന്ന് വായിച്ചേ. Whooping cough. It affects the children below 5 years of age. Non-stop cough cause, difficulty in breathing, weak and vomiting may occur. It is very infectious, hence the child is scheduled. ഓക്കെ, എന്താ പറഞ്ഞേ? മൂപ്പിംഗ് കഫ് എന്ന് വെച്ചാൽ വില്ലൻ ചുമയാണ്. അത് ഇറ്റ് അഫക്ട് ദ ചിൽഡ്രൻ ബിലോ 5 years ഓഫ് ഏജ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് അഫക്ട് ചെയ്യണത്. നിങ്ങൾ പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ പറയുമ്പോ 5 years ഓഫ് ഏജ് ബിലോ എന്നൊക്കെ എഴുതി വെച്ചോ, കാരണം നമുക്ക് ഡിസീസിനെ കുറിച്ച് ഒരു അസൈൻമെന്റ് എഴുതാനുണ്ടാവും. പിന്നെ ചിലപ്പോ 1 വേർഡിന്റെ ഒക്കെ മൂപ്പിംഗ് കഫ് എത്ര വയസ്സുള്ള താഴെയുള്ള കുട്ടികൾക്കാണെന്നൊക്കെ ചോദിക്കും. ഉള്ളിന്നായിരിക്കും, എനിക്ക് MCQ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ചിലപ്പോൾ ഉള്ളിന്നായിരിക്കും വേണ്ടത്. പിന്നെ കോമൺ ഡിസീസ് ഇൻ ചിൽഡ്രനെ കുറിച്ച് ഒരു അസൈൻമെന്റ് എഴുതാനുണ്ടാവും കോമൺ ആയിട്ട്. എല്ലാരും വേണ്ട, നമുക്ക് എന്താ മനസ്സിലായേ, നമ്മൾക്ക് ഇതിൽ ഓരോ അസുഖത്തെ കുറിച്ച് നമുക്ക് എന്താ മനസ്സിലായി എന്ന് മാത്രം എഴുതിയാൽ മതി, നമ്മുടെ സ്വന്തമായിട്ട് എഴുതണം. ഓക്കെ, അപ്പൊ മൂപ്പിംഗ് കഫ് എന്താ? ഇറ്റ് അഫക്ട് ദ ചിൽഡ്രൻ ബിലോ 5 years ഓഫ് ഏജ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഇത് ബാധിക്കുന്നത്, അഫക്ട് ചെയ്യണത്. ഇതിലെന്തായിരിക്കും ഇതിന്റെ ആ ഒരു സിംറ്റം? സ്റ്റോപ്പ് കഫ് കോസ് ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്, വീക്ക് ആൻഡ് വോമിറ്റിംഗ് മേ ഒക്കർ. എന്ന് വെച്ചാല് നോൺ സ്റ്റോപ്പ് ഇല്ലാണ്ട് ഭയങ്കര ചുമയായിരിക്കും, എപ്പോഴും ചുമയായിരിക്കും. അങ്ങനെ ചുമച്ച് ഇങ്ങനെ വയറ്റിൽ നീരൊക്കെ വന്ന് കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ നോൺ സ്റ്റോപ്പ് കോഫ് എന്ന് വെച്ചാൽ നിർത്താതെ ചുമക്കും. അതിന് കാരണം അതിന്റെ ബുദ്ധിമുട്ട് അവർക്ക് എന്തായിരിക്കും? അതുകൊണ്ടുള്ള അവർക്ക് നിർത്താതെ ചുമ വരും. പക്ഷെ അതുകൊണ്ട് അവർക്ക് ശ്വസിക്കാനായിട്ട് ഡിഫിക്കൽറ്റി ആയിരിക്കും, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കുട്ടികൾക്ക്. അപ്പൊ അങ്ങനെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും പിന്നെ എന്തുണ്ടാവും? വോമിറ്റ് ചെയ്യും, ഛർദിക്കും കുട്ടികൾ. ഇങ്ങനെ നിർത്താതെ ചുമക്കല്ലേ. അപ്പൊ നമ്മുടെ അടിവയറ്റിന്, നമ്മുടെ വയറിന്റെ ആ താഴെ ഭാഗത്ത് നിന്ന് കുട്ടികൾക്ക് ഇങ്ങനെ ചുമച്ച് വരുമ്പോൾ അവിടെ ഉള്ള ഭക്ഷണം ഒന്നും ഇല്ലെങ്കിൽ പോലും വെള്ളം പോലെ വോമിറ്റ് ചെയ്യും. അത്രയും ക്ഷീണമായിരിക്കും അവർക്ക്, അത്ര ഇതിലാണ് ചുമ വരുന്നത്. അതുകൊണ്ടാണ് അതിന്റെ മൂപ്പിംഗ് കഫ് എന്ന് പറയണത്, വില്ലൻ ചുമ എന്ന് പറയണത്. ഇറ്റ് ഈസ് വെരി ഇൻഫെക്ഷ്യസ്, ഹെൻസ് ദ ചൈൽഡ് ഈസ് എന്താ സെക്ലൂഡ്. സെക്ലൂഡ് എന്ന് വെച്ചാൽ എന്താ? സെക്ലൂഡ് എന്ന് വെച്ചാല് ഒറ്റപ്പെട്ടിരിക്കും, സെക്ലൂഡ് ആയിരിക്കും.
അത് ഈ കുട്ടി എല്ലാത്തിലും ഇങ്ങനെ ചുമക്കെ നിൽക്കുന്ന കുട്ടി നമ്മൾ എപ്പോഴും എന്താ കൂട്ടത്തിൽ കൂടി ഇട്ടോ ഇല്ല, ഇൻഫെക്ഷൻ അല്ലേ. ഈ ഇൻഫെക്ഷൻ ഇങ്ങനെ ഭയങ്കര ഇൻഫെക്ഷൻ ആയിരിക്കും. കുട്ടി ചുമക്കണനുസരിച്ച് വായക്കൂടി എന്താ ഇതൊക്കെ അതിൽ നിന്നുള്ള ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും. അപ്പൊ ഈ സ്പ്രെഡ് ചെയ്യുമ്പോ ചുറ്റുപാടും വരുമ്പോ അതിനെ എപ്പോഴും നമ്മൾ ഒറ്റപ്പെടുത്തിയിരിക്കും. ദ ചൈൽഡ് ഈസ് സെക്യൂർഡ് എന്ന് വെച്ചാൽ ഒറ്റപ്പെടുത്തിയിരിക്കുക. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ഒന്നാമത് എന്താ 5 വയസ്സുള്ള കുട്ടികൾക്കാണ് വരുന്നത് എഫക്ട് ചെയ്യണത്. ഇതിന്റെ സിംറ്റംസ് എന്താ? സിംറ്റംസ് ഡിഫിക്കൽറ്റ് ബ്രീത്തിങ്, വീക്ക്, ശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് വോമിറ്റിങ്, ഛർദിക്ക് ഉണ്ടാവും. അതിനെ വൈറ്റീസ് വെരി ഇൻഫെക്ഷൻ, ഇത് ഭയങ്കര ഇൻഫെക്ഷൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടി മറ്റുള്ളവരിൽ നിന്നും കുട്ടി എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കും. സെക്യൂരിറ്റി നമ്മള് കുട്ടിനെ ഒറ്റപ്പെട്ടിരിക്കും. കുട്ടീനെ അങ്ങനെ ഒറ്റപ്പെടുത്തി നിർത്തണം. ഇത് പകരണ രോഗമാണ്, പകർച്ചവ്യാധിയാണ്, ഭയങ്കര ഇൻഫെക്ഷൻ പടരും. അതുകൊണ്ട് തന്നെ കുട്ടീനെ എപ്പോഴും ഒറ്റപ്പെടുത്തിയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി വൂപ്പിംഗ് കഫിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 2 ലൈൻ അല്ലെങ്കിൽ ഒരു ലൈൻ കിട്ടില്ലേ? എല്ലാവർക്കും കിട്ടില്ലേ? ഓക്കെ, ഒരാളൊന്ന് ബുക്കിൽ നോക്കാതെ, എനിക്കറിയില്ല നിങ്ങൾ അവിടെ ഉണ്ടോ ബുക്കിൽ നോക്കരുതോ, എന്നാലും തന്നെ ഒന്ന് പറഞ്ഞേ മനസ്സിലായത്. ബുക്കിലൊന്ന് നോക്കാണ്ട് വൂപ്പിംഗ് കഫ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാനുള്ളതല്ലേ, അപ്പൊ ഒന്ന് പറഞ്ഞേ. ആരാ പറയാ? സഫീല, കമൽ, കമലാണോ? ഓക്കെ, സഫീല പറഞ്ഞേ. വൂപ്പിംഗ് കഫ് ഇതെന്ന് പറയുന്നത് 5 വയസ്സിന് ബിലോ താഴെയുള്ള കുട്ടികളെയാണ് ബാധിക്കുന്നത്. ഇത് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇത് നമുക്ക് ബ്രീത്ത് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ട് വരുമ്പോ അത് ഛർദിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. പിന്നെ കുട്ടികൾ എപ്പോഴും ഒറ്റപ്പെട്ട് തന്നെ ഇരിക്കണം, സെക്യൂർഡ് ആയിട്ട് ഇരിക്കണം ഒരവസ്ഥയാണ് വൂപ്പിംഗ് കഫ്. ഓക്കെ, ഇനി പറയിപ്പിക്കണ്ടല്ല, എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി ആരും പറയണ്ടല്ല. No, Miss, clear ആണ്. ശ്രീകൃഷ്ണൻ എന്താ പറഞ്ഞേ? Clear ആണ്, Miss. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ആരാ വായിക്കാം? ഡിഫ്തീരിയ. ഞാൻ വായിക്കാം. പേര് പറയാ, സ്ഥലം പറയാ. എന്റെ പേര് ശ്യാമള. സ്ഥലം ആലപ്പുഴയാണ്. ആലപ്പുഴ. ഓക്കെ ഓക്കെ. Diphtheria. This is a disease of the throat, windpipe, and trachea. The symptoms are high temperature, difficulty in breathing, etc. A membrane develops in the throat. If medical aid is not given within a short period, the child may die of choking. It affects other children easily. ഓക്കെ, ആലപ്പുഴയിൽ എങ്ങനെയാണ്? മഴയ്ക്കുണ്ടാ? ഇന്ന് വലിയ കുഴപ്പമില്ല. മഴ, ചാറ്റൽ മഴയുണ്ട് ചെറുതായിട്ട്, ഇത്രയേ ഉള്ളൂ. ഡിഫ്തീരിയ നമുക്കറിയാം. ഡിഫ്തീരിയ എന്താ? ഡിഫ്തീരിയ തൊണ്ടയില്, ശ്വസനനാളത്തിലൊക്കെ അഫക്ട് ചെയ്യണത്. ദിസ് ഈസ് എ ഡിസീസ് ഓഫ് ത്രോട്ട്, വിൻപൈപ്പ് ആൻഡ് ട്രക്കിയ. ട്രക്കിയ എന്ന് വെച്ചാൽ എന്താ? ശ്വസനനാളം. നമ്മുടെ ശ്വസനനാളത്തിന് പറയുന്നത് ട്രക്കിയ. ഇതിന്റെ ഈ അസുഖങ്ങള് ഓഫ് ദ ത്രോട്ട്, നമ്മുടെ തൊണ്ടയില് വിൻഡ് പൈപ്പ് ഉണ്ട്. നമ്മുടെ തൊണ്ടയില് വലിയ പൈപ്പ് ശ്വസനനാളത്തിലോട്ട് പൈപ്പ് പോയിട്ടുണ്ട് അല്ലെ? ആ പൈപ്പിന്റെ അവിടെ ഇത് അഫക്ട് ചെയ്യണത്, അഫക്ട് ചെയ്യണത്. ഞാന് മ്യൂട്ട് ചെയ്യണോ? ഡിസ്റ്റർബൻസ് ഉണ്ടാ? മ്യൂട്ട് ആക്കണോ? വേണ്ട. ഓക്കെ, അപ്പൊ എന്താ ഡിഫ്തീരിയ എന്ന് പറയുന്നത്? ദിസ് ഈസ് എ ഡിസീസ് ഓഫ് ത്രോട്ട്, വിൻപൈപ്പ് ആൻഡ് ട്രക്കിയ. ഇതിന്റെ അസുഖങ്ങള് ത്രോട്ട്, വിൻപൈപ്പിൽ, ത്രോട്ടിന്റെ ആ പൈപ്പിലും അതിന്റെ ട്രക്കിയ ശ്വസനനാളത്തിലുമാണ് അഫക്ട് ചെയ്യണത്. അണ്ടർലൈൻ ചെയ്തിടാ. ത്രോട്ട്, വിൻപൈപ്പ്. ത്രോട്ട്, വിൻപൈപ്പ് എന്ന് പറയുന്നത് ത്രോട്ടിന്റെ, നമ്മുടെ കൈ കൊണ്ട് നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ ഡിസ്റ്റർബ് ഉണ്ട് കേട്ടോ. ഓക്കെ,
ഇപ്പൊ ഡിപ്തീരിയ നമ്മുടെ കൈ കൊണ്ട് നമുക്ക് തൊടുമ്പോ തന്നെ അറിയാൻ പറ്റും. ഇവിടെ ഒരു തടസ്സം പോലെ ഉണ്ട്, അതാണ് വിൻ പൈപ്പ്. അത് അതിലും പിന്നെ ട്രക്കിയ ശ്വസനനാളത്തിലുമാണ് ഈ അസുഖം വരുന്നത്. അതിന്റെ സിംറ്റംസ് വെച്ചാൽ എന്താ? ദ സിംറ്റംസ് ആർ ഹൈ ടെമ്പറേച്ചർ. ഭയങ്കര ചൂടായിരിക്കും, ഭയങ്കര പനിയായിരിക്കും, ഭയങ്കര ഉയർന്ന ഊഷ്മാവായിരിക്കും. അതാണ് ഹൈ ടെമ്പറേച്ചർ, ഭയങ്കര പനിയായിരിക്കും ഇതിന് ഡിപ്തീരിയയുടെ ലക്ഷണം. പിന്നെന്താ? ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. ശ്വാസം എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഡിഫിക്കൽട്ടി ആയിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തുകൊണ്ടാ? ഡിപ്തീരിയ ബാധിക്കുന്നത് നമ്മുടെ ത്രോട്ട് വിൻ പൈപ്പിലും ട്രക്യുവലാണ്. ഈ ശ്വസനനാളം, ശ്വസനം പോണ ആ വിൻ പൈപ്പ് ഉണ്ട്, ത്രോട്ടിന്റെ സൈഡിൽ കൂടിയുള്ള വിൻ പൈപ്പിലും ട്രക്കിയയിലാണ് ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ശ്വാസം വിടാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എ മെംബ്രെയിൻ ഡെവലപ്പ് ഇൻ ദ ത്രോട്ട്. എ മെംബ്രെയിൻ ഡെവലപ്പ് ഇൻ ദ ത്രോട്ട്. തൊണ്ടയിലൊക്കെ ഇതെന്തുണ്ടാവും? മെംബ്രെയിൻ ഡെവലപ്പ് ചെയ്യും, വികസിക്കും. മെംബ്രെയിൻ വികസിക്കും. If medical aid is not given within a short period, the child may die of choking. It affects her children easily. എന്താ? നമ്മള് മെഡിക്കൽ എയ്ഡ് ഇങ്ങനെ അസുഖങ്ങൾ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ, ആ ഷോർട്ട് പീരീഡിനുള്ളിൽ ആ കുട്ടിയുടെ എന്താ പെട്ടെന്ന് കുട്ടിക്ക് എന്ത് സംഭവിക്കും? ശ്വാസം മുട്ടി മരിക്കാനായിട്ട് വരും. നമ്മൾ ഡോക്ടറെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ, ശ്വാസം കിട്ടിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്കൊന്ന് മൂക്ക് പൊത്തി എത്ര നേരം നിൽക്കാൻ പറ്റും? മൂക്കുമായം പൊത്തിയാൽ നമുക്ക് ഒരു സെക്കൻഡ് നിൽക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു മിനിറ്റ് ഒക്കെ ആവുമ്പത്തിന് നമ്മൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് വരും. ഒരു 2 മിനിറ്റ് ആവുമ്പോൾ നമ്മുടെ കണ്ണീന്റെ വെള്ളമൊക്കെ നിറഞ്ഞ് നമ്മള് മൂക്കുമായം ഒന്ന് പൊത്തിപ്പിടിച്ചു നോക്കി, അപ്പൊ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ട്. അപ്പൊ ശരിക്കും ശ്വാസം കിട്ടാണ്ടിരിക്കണം. ഈ വിൻഡ് പൈപ്പിലും ഈ ട്രക്കിയയിലും എന്തെങ്കിലും ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ശ്വാസനത്തിനുള്ള ഇത് കിട്ടാണ്ടിരിക്കും. അത് കിട്ടാണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് എന്ത് വരുന്നത്? കുട്ടിക്ക് മരിക്കാനുള്ള ചിലപ്പോ മരണം വരെ സംഭവിക്കാം, അല്ലെ? അപ്പൊ ആ ഒരു ഷോർട്ട് പീരീഡ്, ആ ഒരു സമയത്തിനുള്ളിൽ ഒരു ജീവൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശ്വാസത്തിന്റെ നമ്മൾ ഉച്ഛ്വാസം പുറത്തേക്കും ഉള്ളിലേക്കും എടുക്കണതിന്റെ ആ ഒരു ഇത് വേണം ഒരു കുട്ടിയുടെ ജീവൻ, അല്ലെ? അപ്പൊ നമ്മൾ പെട്ടെന്ന് കുറച്ചു നേരം മൂക്കൊക്കെ ഒന്ന് പൊത്തി ഒരു 5 മിനിറ്റ് നമുക്ക് നിൽക്കാൻ പറ്റുമോ? 5 മിനിറ്റ് നിൽക്കുമ്പോഴത്തേന് നമ്മൾ തളർന്നൊടിഞ്ഞ് വീട് നമ്മൾ മരിക്കും. അപ്പൊ ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ, ആ ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ നമ്മൾ ഡോക്ടറെ കണ്ട് ഇതിനൊരു ഹെൽത്ത് ട്രീറ്റ്മെന്റ് നടത്തിയില്ലെങ്കിൽ കുട്ടി ശ്വാസം മുട്ടി മരിക്കാനിടയുണ്ട്. ഇറ്റ് അഫക്ട് അതർ ചിൽഡ്രൻ ഈസിലി. ഇത് മറ്റു കുട്ടികളെ എളുപ്പത്തിൽ ബാധിക്കും. ഇത് അഫക്ട് ചെയ്യണത് മറ്റു കുട്ടികളെ പെട്ടെന്ന് ബാധിക്കും ഡിപ്തീരിയ. ഓക്കെ, എല്ലാ കുട്ടികളെയും ബാധിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ പെട്ടെന്ന് അതിന്റെ ട്രീറ്റ്മെന്റ് നടത്തിയില്ലെങ്കിൽ ആ കുട്ടിക്ക് മരിക്കാനിടയുണ്ട്. അതുപോലെ തന്നെ ഇത് അഫക്ട് ചെയ്യണത് പെട്ടെന്ന് മറ്റുള്ള കുട്ടികളിലേക്കും അഫക്ട് ചെയ്യും. ഓക്കെ, അതാണ് ഡിപ്തീരിയ. എന്താ പറഞ്ഞേ? ഈ ഡിപ്തീരിയ ത്രോട്ടിലും ഇമ്പോർട്ടന്റ് ആയി 2 പോയിന്റ് അവിടെ പറയുന്നുള്ളൂ, അത് മാത്രം അണ്ടർലൈൻ ചെയ്തിടാം. ത്രോട്ടിലും വിൻ പൈപ്പിലും ട്രക്കിയലും ആണ് ഇത് ഉണ്ടാവുന്നത്. അത് ഉണ്ടാവുന്നത് കൊണ്ട് എന്തുണ്ടായിട്ട് സിംറ്റംസ് ഭയങ്കര ടെമ്പറേച്ചർ ആയിരിക്കും, അതുപോലെ തന്നെ ഡിഫിക്കൽറ്റി ആയിരിക്കും, ശ്വാസം വിടാനായിട്ടുള്ള ഭയങ്കര ഡിഫിക്കൽറ്റി ആയിരിക്കും, അല്ലെ? പിന്നെന്താ പറഞ്ഞേ? പിന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മുടെ ആ ഷോർട്ട് പീരീഡിനുള്ളിൽ കുട്ടീനെ ഡോക്ടറെ അടുത്ത് കാണിക്കുക. അല്ലെങ്കിൽ ശ്വാസം നമ്മൾ പെട്ടെന്ന് അങ്ങനെ മരിക്കില്ല. നമുക്ക് ശ്വാസത്തിന്റെ ബുദ്ധിമുട്ട് നമ്മൾ അറിയും. എങ്ങനെയായിരിക്കും? ചെറുതായിട്ട് ശ്വാസം വിടുമ്പോൾ നമ്മുടെ മൂക്കിന്ന് വിടാൻ പറ്റില്ല. ചിലവര് വായ തുറന്ന് ശ്വാസം വിടും. വായ തുറന്ന് ശ്വാസം വിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ വിൻഡ് പൈപ്പിലും ട്രക്കിയിലൊക്കെ ശ്വസനനാളത്തിലേക്ക് ശ്വാസം വിടുന്നതും പോണതും ശ്വസനനാളം വഴിയല്ലേ? അപ്പൊ ഈ ശ്വസനനാളത്തിലേക്ക് അത് കറക്റ്റ് കിട്ടാണ്ടാവുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ സിംറ്റംസ് കാണിക്കും. അപ്പൊ തന്നെ നമ്മൾ ഒന്നല്ലെങ്കിൽ ഡോക്ടറെ കാണാം, അല്ലെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കാം. അല്ലെങ്കിൽ കുട്ടിക്ക് മരണം വരെ സംഭവിക്കാൻ ഇടയുണ്ട്. ഓക്കെ, ടെറ്റനസ്. ഇനി ടെറ്റനസ് ഒരാളൊന്ന് വായിച്ചേ. എന്തേ ആരും വായിച്ചിട്ടില്ലേ? വായിക്കാൻ ആളുമില്ല. ആ, മ്യൂട്ടാണ്. ഓക്കെ, സോറി. ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഞാൻ വായിക്കാം മിസ്സേ. ആ ഉഷാങ്കില്. ഓക്കെ,
ഉഷാലില് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത്. എന്നാലും സ്ഥലമൊക്കെ ഒന്ന് പറഞ്ഞേ. വായിക്കാം. പരിചയപ്പെടുത്ത് ആദ്യം. ഞാന് ഓക്കെ. എന്റെ പേര് ഷാനിൽ. ഞാൻ പത്തനംതിട്ട മാന്തികയിലാണ്. ഇപ്പം ഹൗസ് വൈഫ് ആയിട്ടിരിക്കുകയാണ്. നേരത്തെ ജോലി ചെയ്തിരുന്നു. നേരത്തെ എന്ത് ജോലിയാ ചെയ്തിരുന്നത്? ഞാന് ടീച്ചറായിരുന്നു. ടീച്ചറായിരുന്നാ? ഓക്കെ. ഹൈസ്കൂളില് LP UP ഏതാ? ഹൈസ്കൂള്. ഹൈസ്കൂളിലെ ടീച്ചറായിരുന്നു. ഓക്കെ ഓക്കെ. പിന്നെന്താ പോവാഞ്ഞേ? ഞാന് നാഗാലാൻഡിലായിരുന്നു. ഞാനിപ്പം എനിക്കൊരു ചെറിയ ഇഞ്ചുറി ഉണ്ടായി. വീണ് വെർട്ടിബ്രയ്ക്ക് ഒരു പൊട്ടലുണ്ട്. അപ്പൊ അതിന് റെസ്റ്റില്ല. അതുകൊണ്ടാണ് ഇപ്പം പോകാതെ ഇവിടെ ആണ്. ഇനി 3-4 മാസം ഇവിടെ കാണും. അത് കഴിഞ്ഞ് എല്ലാം ഭേദമാകുമ്പോ അങ്ങ് പോകും. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി പറഞ്ഞോ, വായിച്ചോ. Okay, tetanus. The germs enter the body through injuries and it act on the nervous systems. Indifference in muscles is a primary symptom of this disease. The muscle spasms make sipping difficult and even the patient will not be able to breathe in advanced conditions. The bacteria that cause this disease grow in cow dung, horse dung, etc. Even small wounds should be cared for properly. Okay. ഓക്കെ. അടിപൊളി. നന്നായിട്ട് വായിച്ചില്ല. ഓക്കെ. ടെറ്റനസ് എന്ന് പറയുമ്പോ നമുക്കറിയാം മുറിവിലൂടെ വന്നതാ അല്ലേ? ടെറ്റനസ് എങ്ങനെ തന്നെ? മുറിവിലൂടെ. നമുക്ക് എന്തെങ്കിലും ഒരു മുറിവൊക്കെ ഉണ്ടെങ്കിൽ ആ മുറിവിലൂടെ പുറത്തുനിന്നുള്ള ഇൻഫെക്ഷൻ കയറി അങ്ങനെ വരുന്നതാണ് ടെറ്റനസ്. എന്താ ടെറ്റനസ്? നമുക്ക് നോക്കാം. ദിസ് ഈസ് എ ഡിസീസ് ഓഫ് ത്രോ. അത് ഡിസ്തിരിയ കഴിഞ്ഞു. ദ ജേംസ് എൻറ്റർ ദ ബോഡി ത്രൂ ഇഞ്ചുറീസ്. The germs enter the body through injuries and it acts on the nervous system. എന്താ? മുറിവിലൂടെയാണ് രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് അല്ലേ? Enter the body through injuries. മുറിവിലൂടെ. ജേംസ് നമ്മുടെ മുറിവിലൂടെ, നമുക്ക് കയ്യുമേ കാലുമേ എന്തെങ്കിലുമൊക്കെ മുറിവുണ്ടെങ്കിൽ അതിലൂടെ ജേംസ് പ്രവേശിച്ച് ഇറ്റ് ആക്ട് ഓൺ ദ നെർവസ് സിസ്റ്റം. ഇത് നമ്മുടെ നാഡീ വ്യവസ്ഥയെ ബാധിക്കും. നെർവസിനെ, നമ്മുടെ ഇതിലുള്ള നാഡീ വ്യവസ്ഥയെ ബാധിച്ചിട്ട് ആ ജേംസ് ഒക്കെ അവിടെ കയറിയിട്ട് നമുക്ക് എന്ത് വരും? ടെറ്റനസ് വരും. ഇൻഡിഫറെന്റ് ഇൻ മസിൽസ് ഇൻ എ പ്രൈമറി സിംറ്റം ഓഫ് ഡിസീസ്. എന്താ ഇതിന്റെ നമ്മൾ പറഞ്ഞു ഈ രോഗത്തിന് പേശികള് നെർവസിനെയാണ് ഇത് ബാധിക്കണേന്ന് പറഞ്ഞു. അതിന്റെ ഇൻഡിഫറൻസ് ഇൻ മസിൽസ് എന്ന് വെച്ചാല് പേശികളിലുള്ള ഈ മസിൽസിലുള്ള ഈ ഒരു ഇൻഡിഫറൻസ്, അതിന്റെ ഒരു വ്യത്യാസം is a primary symptom of disease. അത് ആണ് അതിന്റെ ഈ രോഗത്തിന്റെ പ്രാഥമിക ലക്ഷണങ്ങൾ. എന്തൊക്കെ? The muscle spasms make spinning difficult and even the patient will not be able to breathe in advanced conditions. Spinning എന്ന് വെച്ചാൽ എന്താ? സ്പിന്നിങ് എന്താ? നമ്മള് വലിച്ചു കുടിക്കില്ലേ പാനീയങ്ങളൊക്കെ? എങ്ങനെ കുടിക്കുക? നമ്മൾ സ്ട്രോ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്ട്രോ വെച്ച് പാനീയം കുടിക്കുന്നതിൽ അങ്ങനെയുള്ള ആ ഒരു ബുദ്ധിമുട്ട് വരും സ്പിന്നിങ്. പിന്നെ സ്പാംസ് എന്ന് പറഞ്ഞാൽ എന്താ? പേശി വലിവ്. സ്പാം എന്താ? പേശി വലിവ്. അപ്പൊ ഇതിലെന്താ? പേശി വലിവ് നമുക്കിങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ ടെറ്റനസ്, മുറിവിൽ ടെറ്റനസ് വന്ന് അതിന്റെ ജേംസ് കയറി കീടാണുക്കളൊക്കെ വന്ന് നമുക്ക് ടെറ്റനസ് ആയി മാറി. അപ്പൊ അതിന്റെ ആ ഒരു ലക്ഷണ ശരീരത്തിൽ നമ്മളുടെ മസിൽസിലൊക്കെ എന്ത് കയറി? എല്ലാ പേശികളിലും നെർവസ്, ഒരു നെർവസിൽ കയറി ആ ശരീരത്തിലുള്ള മൊത്തം നെർവസിലും കയറും. അപ്പൊ ശരീരത്തിന്റെ എല്ലാ മസിൽസിലും ഇതിങ്ങനെ കയറി കഴിഞ്ഞിട്ട് നമ്മുടെ മസിൽസ് ഒക്കെ അങ്ങോട്ട് സ്പാം ചെയ്യണ പോലെ നമുക്ക് തോന്നും. എന്ന് വെച്ചാൽ എന്താ? പേശികളൊക്കെ അങ്ങ് വലിച്ചു മുറുങ്ങണ പോലെ തോന്നും നമുക്ക്. പേശികളൊക്കെ ടെറ്റനസ് വന്നാലുള്ള സിംറ്റമാണ് ഈ പറയണേ. ടെറ്റനസ് വന്നാൽ നമ്മൾ അറിയണത്. നമ്മൾ എങ്ങനെയാണ് നമുക്ക് ടെറ്റനസ് ഉണ്ടെന്ന് അറിയണേ? നമ്മുടെ മസിൽസ് ഒക്കെ സ്പാം ചെയ്യും, പേശികളൊക്കെ വലിച്ച് മേക്ക് സ്പിന്നിങ് ഡിഫിക്കൽട്ട്. നമുക്ക് എന്തെങ്കിലും ഒരു വെള്ളം കുടിക്കണമെങ്കിൽ, നമ്മൾ ശ്വാസം വരുന്നെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ ശരീരം നനങ്ങണം അല്ലെ? നമ്മുടെ ശരീരം ഓരോ നനങ്ങുമ്പോഴും ഓരോ പേശികൾ ശരീരത്തില്
വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ നിർത്തിയിരുന്നാൽ പോലും നമ്മുടെ പേശികൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയണത്. അപ്പൊ സ്പാം മേക്ക് സ്പിന്നിങ് ഡിഫിക്കൽട്ടി എന്ന് വെച്ചാല് പേശികൾ പാനീയം കുടിക്കാനുള്ള അങ്ങനെ എന്തെങ്കിലുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവും. പിന്നെന്താ, and even the patient will not be able to breathe in advanced condition. പിന്നെന്താ, പേഷ്യൻസിന് ആ സമയത്ത് പേഷ്യൻസിന് will not be able, അവർക്ക് കഴിയില്ല, എന്ത് കഴിയില്ല, ബ്രീത്ത് ശ്വസിക്കാനായിട്ട് കഴിയില്ല. ഇൻ അഡ്വാൻസ്ഡ് കണ്ടീഷൻസ്, അവർക്ക് അവരെ ആ ഒരു കണ്ടീഷൻ പേഷ്യൻസിന്റെ ആ ഒരു അപ്പോഴത്തെ ഉള്ള ആ ഒരു അവസ്ഥ അവർക്കത് മുൻകൂട്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് അവർക്ക് ഒന്നും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ശ്വാസം വിടാൻ അത്രയും ബുദ്ധിമുട്ടായിരിക്കും, ശ്വാസം വിടാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ പേഷ്യൻസിന്റെ അവസ്ഥ അത്രയും മോശമായിരിക്കും. ടെറ്റനസ് വന്നാൽ തന്നെ ദ ബാക്ടീരിയ ദാറ്റ് കോസിങ് ഡിസീസ് ഗ്രോ. എങ്ങനെയാണ് ഇതിന് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ പറഞ്ഞു മുറിവിലൂടെയാണ് വന്നത്. എങ്ങനെ മുറിവിലോട്ട് വന്നേ? ഡിസീസ് ഗ്രോയിങ് കൗണ്ടങ്. കൗണ്ടങ് എന്ന് വെച്ചാൽ എന്താ? പശുവിന്റെ ചാണകം നമ്മുടെ പറമ്പിലേക്ക് ഉണ്ടാവും, പശുവിന്റെ ചാണകം. പിന്നെ ഹോൾസിന്റെ ചാണകം. സ്മോൾ ഹോൾസ് ഷുഡ് ബി കെയർ ഓഫ് പ്രോപ്പർലി എന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ മുറിവുകളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മള് പശുവിന്റെ ചാണകത്തിൽ നമ്മള് പറമ്പിലൊക്കെ നടക്കും, അല്ലെങ്കിൽ നമ്മൾ പറമ്പിൽ നമ്മൾ പോയില്ലെങ്കിൽ തന്നെ ഈച്ചകളൊക്കെ ചാണകത്തിലിരുന്ന ഈച്ചകൾ വന്ന് നമ്മുടെ മേത്ത് മുറിവൊക്കെ ആ മുറിവില് വന്നിരിക്കും. അതിലേക്ക് അതിന്റെ എന്ത് വരും? ഈ ഒരു ജേംസ് വരും. അങ്ങനെയാണ് നമുക്ക് ടെറ്റനസ് വന്നത്. ടെറ്റനസ് വന്നത് ഗ്രോ ഇൻ കൗഡങ്, പ്രധാനമായിട്ട് കൗഡങ്ങും ഹോഴ്സ് ഡങ്ങും അണ്ടർലൈൻ ചെയ്തിട്ടാണ്. ഡങ് എന്ന് വെച്ചാല് ചാണകം, പശുവിന്റെ ചാണകവും പിന്നെ കൗഡങ്ങിന്റെ കൗഡങ് എന്ന് വെച്ചാൽ പശുവിന്റെ ചാണകം, പിന്നെ ഹോഴ്സ് ഡങ്. ഇവരുടെ ഇതാണ് പ്രധാനപ്പെട്ട ടെറ്റനസിലെ അസുഖങ്ങൾ വരുന്നത്. ഈ ചാണകത്തി വഴിയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ വൃത്തിയില്ലായ്ക, ചിലവര് മുറിവൊക്കെ കാലും മുറിഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യൊന്നുമില്ല, എന്നിട്ട് അവരങ്ങനെ കൊണ്ട് നടന്നു, അതിൽ ഇൻഫെക്ഷൻ കയറി പിന്നെ പഴുപ്പായി. അപ്പൊ അവരെ ഞരമ്പിനാണ് ഇത് കൂടുതൽ ബാധിക്കുക. നെർവസ് സിസ്റ്റം നമ്മൾ പഠിച്ചു. ഇപ്പൊ പെട്ടെന്ന് കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണം? ഇപ്പൊ എല്ലാവരും കൈ ഒരു ചെറിയ മുറിവിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ പോയി TT എടുക്കും. TT എടുക്കണത് എന്താ? ഇതിനെ പ്രതിരോധിക്കാനായിട്ട് അല്ലെ? TT എന്താ? ടെറ്റനസ് ടോക്സോയിഡ്. നമ്മൾ TT എടുക്കില്ലേ? അത് ഈ ടെറ്റനസിനെ പ്രതിരോധിക്കാനായിട്ടാണ് നമ്മൾ എടുക്കണേ. മുമ്പ് ഇതൊന്നും ആരും മൈൻഡ് ചെയ്യില്ലായിരുന്നു, പക്ഷെ അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇത് മൈൻഡ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ, നമ്മൾ TT എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ദൂഷ്യഫലങ്ങൾ മരിക്കാനടക്കം ഇടവരും. അത്രയും അപകടകാരിയാണ് ഈ ടെറ്റനസ് എന്ന് പറയുന്നത്. ഒരു ചെറിയ മുറിവാണെങ്കിലും നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിന് വേണ്ട ഡെറ്റോൾ അങ്ങനത്തെ എന്താ സാധനങ്ങളൊക്കെ ഇട്ട് നമ്മൾ കറക്റ്റ് കെട്ടാൻ ഡോക്ടറെ കാണിക്കാം. അല്ലാതെ ചെറുതും മുറിഞ്ഞെന്നും പറഞ്ഞ് നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ അണുക്കൾ കയറി ഇതുപോലെ ടെറ്റനസ് ആയിട്ട് മാറും. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? ഈവൻ സ്മോൾ വൂൺസ് ഷുഡ് ബി, ചെറിയ മുറിവ് പോലും നമ്മുടെ ശരീരത്തിന് കെയർ പ്രോപ്പർലി, കറക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരം പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു ചെറിയ മുറിവ് പോലും, ചെറിയൊരു മുറിവിന്ന് വന്നാലും ഇത് അപകടമാണ്. അപ്പൊ അതൊക്കെ നോക്കാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. ഒന്ന് വായിച്ചു നോക്കിയേ. ആരും ഉറങ്ങിപ്പോവല്ലേ? വായിച്ചു നോക്കുന്ന പറഞ്ഞിട്ട് ആരെങ്കിലും ഉറങ്ങാൻ പോവല്ലേട്ടാ? ഉറക്കം വരുന്നുണ്ടാ? No, miss. ഓക്കെ, Miss. മിസ്സേ, പറഞ്ഞോ. ഇതൊന്നും കൂടി ഒന്ന് പറയൂ, എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഓക്കെ. സുഹറ ഇപ്പൊ ജോയിൻ ചെയ്താണോ? ഉണ്ടായിരുന്ന? ഇല്ല, കുറച്ചു നേരമായി. അപ്പൊ കൊച്ചു കരഞ്ഞപ്പോ ഞാൻ ഉറക്കാൻ പോയതാണ്. ഓക്കെ. ടെറ്റനസ് വന്നത് മുറിവിലൂടെയാണ്. ടെറ്റനസ് വന്നത് മുറിവിലൂടെ
ടെറ്റനസ് വരുന്നത് മുറിവിലൂടെയാണ് വരുന്നത്. മുറിവിലൂടെ നമ്മുടെ ജേംസ് എൻ്റർ ബോഡി ത്രൂ ഇഞ്ചുറി. മുറിവിലൂടെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും അത് നെർവസ് സിസ്റ്റം, നമ്മുടെ ശരീരത്തിലുള്ള നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കും. അപ്പൊ നമ്മുടെ പേശികൾ പ്രവർത്തിക്കാതിരിക്കും, പേശികളുടെ പ്രവർത്തനത്തിനെ അത് ബാധിക്കും. മുറിവിലൂടെ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും അത് നാഡീവ്യവസ്ഥയിൽ എന്താ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോഴാണ് ഈ ടെറ്റനസ് ആയിട്ട് മാറുന്നത്. അത് ഉണ്ടാവാനായിട്ടുള്ള ഇതെന്ന് പറയുന്നത് പ്രൈമറി സിംറ്റം ഓഫ് ഡിസീസ് എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് ഇൻ മസിൽസ് ആണ്. മസിൽസിലുള്ള ആ ഒരു വ്യത്യാസം. ഇതിങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് ഇതിങ്ങനെ ജേംസ് ഒക്കെ പ്രവേശിച്ച് കഴിയുമ്പോ നമ്മുടെ മസിൽസ് എങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മസിൽസിൽ പെട്ടെന്ന് ജേംസ് ഒക്കെ കയറി കഴിയുമ്പോ പേശികളിലെ ആ വ്യത്യാസം എന്തുണ്ടാവും? ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണം പേശികളിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ് ഇതിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. മനസ്സിലായ? അത് അണ്ടർലൈൻ ചെയ്തില്ല. എന്താ ഇൻഡിഫറൻസ് മസിൽസ് എന്ന് പറയുന്നത് പ്രൈമറി സിംറ്റം ആണ്. അതിന്റെ പ്രധാന ലക്ഷണമാണ് പേശികളുടെ വ്യത്യാസം, ഇൻഡിഫറൻസ് മസിൽസ്. അത് അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെന്താ, ഇതിന്റെ മസിൽസ് സ്പാം മേക്ക് സിപ്പിംഗ് ഡിഫിക്കൽറ്റി. നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. സിപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാനീയങ്ങൾ വലിച്ചു കുടിക്കൂല, ഇങ്ങനെ വലിച്ചാൽ അതിന്റെ ഒക്കെ ബുദ്ധിമുട്ട് വരുന്നത് എന്തുകൊണ്ടാ? മസിൽസ് സ്പാം ആയതുകൊണ്ട്. മസിൽസ് സ്പാം ആയതുകൊണ്ട് എന്ന് വെച്ചാൽ പേശികളുടെ വലിവ് കാരണം. പേശി വലിവ്, സ്പാം എന്ന് വെച്ചാല് പേശികൾ വലിക്കുക. അപ്പൊ ആ പേശികളുടെ വലിവ്, മസിൽസിന്റെ ആ പേശി വലിവ് കാരണം കൊണ്ട് എന്തുണ്ടാവും? നമുക്ക് വെള്ളം കുടിക്കാനാ അങ്ങനെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് വരും. കാരണം ടെറ്റനസിന്റെ ജേംസ് നമ്മുടെ ശരീരത്തിൽ കയറി. ഈ ജേംസ് ശരീരത്തിൽ കയറിയത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ശരീരത്തിൽ കയറിയത് കൊണ്ട് നമുക്ക് പേഷ്യന്റ് വിൽ നോട്ട് ബി ഏബിൾ ബ്രീത്ത് ഇൻ അഡ്വാൻസ്ഡ് കണ്ടീഷൻ. നമ്മുടെ സാധാരണ കണ്ടീഷനിൽ നമ്മൾ എങ്ങനെയായിരുന്നോ ആ കണ്ടീഷനിൽ ഇത് കൂടാതെ നമുക്ക് ഒരു ബ്രീത്ത് വിടാനാണ്, നമുക്ക് ശ്വസിക്കാൻ കഴിയില്ല. ഈ ജേംസ് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയാനായിട്ട് ബാക്ടീരിയ കോസസ് ഇൻ ഡിസീസ് ഗ്രോയിങ് കോ. ഇത് ഉണ്ടാവണത് എവിടെന്നാ? പശുവിന്റെ ചാണകം, ഹോഴ്സിന്റെ ചാണകത്തിൽ. അത് അണ്ടർലൈൻ ചെയ്തിടാം. എങ്ങനെയാണ് ജേംസ് നമ്മുടെ ശരീരത്തിൽ വളരണത്? ഗ്രോ ഇൻ കൗ ഡങ്ങും ഹോഴ്സ് ഡങ്ങും. പിന്നെന്താ? ഈവൻ സ്മോൾ വൂൺസ് ഷുഡ് ബി കെയർ ഫോർ പ്രോപ്പർലി. ചെറിയ മുറിവുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ ശരിയായിട്ട് നമ്മൾ കറക്റ്റ് ആയ രീതിയിൽ അത് ക്ലീൻ ചെയ്ത് ഡെറ്റോളൊക്കെ വെച്ച് ക്ലീൻ ചെയ്താൽ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? സ്മോൾ വൂൺസ് പോലും ഷുഡ് ബി കെയർ. നമ്മൾ നല്ല പോലെ കെയർ ചെയ്യണം. പ്രോപ്പർലി കറക്റ്റ് ആയിട്ട് നല്ല പോലെ കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് ടെറ്റനസ് വരാതിരിക്കുള്ളൂ. അപ്പൊ ടെറ്റനസ് വരുന്നത് ചെറിയ മുറിവുണ്ടെങ്കിൽ ആ മുറിവിലൂടെ വരും. പിന്നെ ചാണകത്തിൽ നിന്നും ഹോഴ്സിന്റെ ചാണകത്തിൽ നിന്നാണ് വരുന്നത്. വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് മസിൽസ്. അതിന്റെ മസിൽസിന്റെ ഒക്കെ ആ ഒരു വ്യത്യാസം, മസിൽസിന്റെ പേശി പ്രവർത്തനങ്ങളുടെ വ്യത്യാസമാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. പിന്നെന്താ? മസിൽസ് സ്പാം ചെയ്യണത് അതിന്റെ സ്പിന്നിങ്. നമുക്ക് വെള്ളമൊക്കെ കുടിക്കാൻ സ്പിന്നിങ് ചെയ്യാൻ മൊത്തി കുടിക്കാൻ തുടങ്ങില്ല. സ്പിന്നിങ് എങ്ങനെ? നമ്മൾ വെള്ളം കുടിക്കുക. എങ്ങനെ നമ്മൾ വെള്ളം കുടിക്കും? നമ്മൾ വലിച്ചു കുടിക്കും, ഷോ വെച്ച് വലിച്ചു കുടിക്കും. ഗ്ലാസ് ഇങ്ങനെ വെച്ചാലും നമ്മൾ ആ സ്പിൻ ചെയ്യണം അല്ലെ? ഗ്ലാസ് നമ്മുടെ ചുണ്ടത്ത് വെച്ചിട്ട് നമ്മളത് മൊത്തി കുടിക്കുന്ന പോലെ സ്പിൻ ചെയ്യണം. അപ്പൊ അതിനൊക്കെ കുടിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് ഈ മസിൽസ് സ്പാം ചെയ്യുന്നത് കൊണ്ടാണ്. പേശി വലിയുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഉണ്ടാവുന്നത്. അത് ശരീരത്തിലെ അണുക്കൾ കയറിയത് കൊണ്ടാണ്, ജേംസ് കയറിയത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ചെറിയ മുറിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷുഡ് ബി കെയർ ഫോർ പ്രോപ്പർലി. കറക്റ്റ് ആയിട്ട് അത് കെയർ ചെയ്താൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ആരാ പറഞ്ഞ ആൾക്ക് മനസ്സിലായ? സുഹറാക്കണോ? മനസ്സിലായ? മനസ്സിലായി. ഓക്കെ, ഇനി നെക്സ്റ്റ് പോളിയോ. പോളിയോ ആരാ വായിക്കാം? ഞാൻ വായിക്കാം. രണ്ടുപേര് പറഞ്ഞു, രണ്ടുപേർക്കും വായിക്കാം. ഫസ്റ്റ് ഒരാൾ വായിക്കും. എല്ലാവർക്കും വായിക്കാൻ വേണ്ട അവസരം നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ വായിക്കണമെന്ന്? അതോ ഈ നേരത്ത് സുഖമായിട്ട് കിടന്നുറങ്ങാൻ? ചിലർക്കൊക്കെ നല്ല മഴയൊക്കെ പെയ്താൽ നല്ല തണുപ്പായിരിക്കും അല്ലേ? അപ്പൊ ഉറങ്ങണമെന്ന് വിചാരിക്കോ? ഉറങ്ങണോ? വേണ്ട. ഓക്കെ, ആരാ വായിക്കാന്ന് പറഞ്ഞ ആള്? നോ മിസ്. ഓക്കെ, വായിക്കാന്ന് പറഞ്ഞ ആള് രണ്ടുപേര് പറഞ്ഞു. അതിലൊരാൾ ആദ്യം വായിക്കും. ഞാൻ പറഞ്ഞായിരുന്നു വായിക്കാന്ന്. അനിറ്റ വായിച്ചോ? വായിച്ചോട്ടെ. Polio. It is caused by a virus. Fever is the first sign, followed by weakness of limbs. Sometimes paralysis of the whole body may result. The treatment is physiotherapy. Its effect may be permanent. ഓക്കെ, ഒരാളെ കൂടിയും പറഞ്ഞല്ല വായിച്ചതെന്ന്. അതാരാ? മിസ് എമിലി. പേര്
എമിലി വേറെ താഴെയൊക്കെ പറയാനുണ്ട്. ഓക്കെ, എമിലി വായിക്കും. Polio. It is caused by a virus. Fever is the first sign, followed by weakness of limbs. Sometimes paralysis of the whole body may result. The treatment is physiotherapy. The defect may be permanent. ഓക്കെ, ഇനി ഒരാളും കൂടി പറഞ്ഞല്ല. ഇപ്പോ പഠിപ്പിക്കുന്നത് നന്നായി മനസ്സിലാകുന്നുണ്ട്. ആരാണ് മെസ്സേജ് ഇട്ടത്? ജിൻസി നിഖിൽ. മിസ് ഇപ്പോ പഠിപ്പിക്കുന്നത് നന്നായി മനസ്സിലാകുന്നു. അപ്പൊ സ്റ്റാർട്ടിങ് സ്പീഡ് കൂടുതലായിരുന്നു, ഇപ്പൊ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. താങ്ക് യു മിസ്. ഓക്കെ, സ്റ്റാർട്ടിങ് സ്പീഡ് കൂടുതലായിരുന്നാ? അതെ മിസ്സേ, പക്ഷെ ഇപ്പൊ മിസ്സിന്റെ ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആണ്. മിസ്സിന്റെ ഫസ്റ്റ് ക്ലാസ് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സാറ് ഡൗട്ട് ക്ലിയറിംഗ് സെഷനിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മിസ്സിന്റെ ക്ലാസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. മിസ് സൂപ്പർ ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ടഫ് വേർഡ്സ് ഒക്കെ മീനിങ്ങും പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ചുരുക്കിയൊക്കെ പറഞ്ഞ ചില വേർഡ്സ് ഒക്കെ പിന്നെ ഡിക്ഷണറി തപ്പുക. ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാനിപ്പോ ഫസ്റ്റ് എന്ന് വെച്ചാല് ഫസ്റ്റ് ക്ലാസ് എടുത്തിരുന്നപ്പ ഇവിടെ നിങ്ങളുടെ ബാച്ച് ഫസ്റ്റ് ആയി ഞാൻ ശരണ്യ മിസ് അല്ല നിങ്ങൾക്ക് എടുത്തിരുന്നത്. എംടി ആരെടുത്തിരുന്ന? ശരണ്യ എടുത്തിരുന്ന? ഒരു ദിവസം മാത്രം. ഓക്കെ, ഞാനിപ്പോ എംടി ആദ്യമായിട്ട് എടുക്കണേ. അപ്പൊ എംടി എടുത്ത സമയത്ത് ഫസ്റ്റ് എടുത്തപ്പോ എന്നോട് പറഞ്ഞു ഒരാഴ്ചക്കുള്ളില് ഈ ഒരു ക്ലാസ്സുള്ളൂ ആഴ്ചയിൽ. MT7 എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസമുള്ളൂ. പിന്നെ MT8 ഉണ്ട്, MT11. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ ഈ പാടെടുത്ത് തീർക്കണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എടുത്ത് തീർക്കാനാ. ഒരു ക്ലാസ്സിൽ ഒരാഴ്ചയിലുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് തീർത്തതാണ്. വൈറ്റമിൻസിന്റെ പാടായിരുന്നില്ലേ നമ്മള് ഫസ്റ്റ് എടുത്തത്? പിന്നെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഒരു വർഷമുണ്ട്, പെട്ടെന്ന് എടുത്ത് തീർത്തിട്ട് ഞാൻ സാവധാനം മതി ആക്ടിവിറ്റീസ്. നമ്മള് ബൈഹാർട്ട്, നമ്മൾ മോണ്ടിസോറി എന്ന് പറയണത് ബൈഹാർട്ടല്ല ഒരിക്കലും പഠിക്കുന്നത്, നമ്മൾ ആക്ടിവിറ്റീസിലൂടെ പഠിക്കുന്നത് കൂടുതലും. ഞാനൊക്കെ മോണ്ടിസോറി പഠിച്ചിരുന്നത് ഓഫ്ലൈൻ ആയിരുന്നു. അപ്പൊ നന്നായിട്ട് കളിച്ച് ചിരിച്ചും എന്റർടൈൻമെന്റ് ചെയ്താ ഞങ്ങൾ പഠിച്ചത്. ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ ഞങ്ങൾ അപ്പൊ തന്നെ ഫേസ് ടു ഫേസ് നോക്കി കോൺവെർസേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയും. കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരാൾ പറയണേന്റെ നേരെ കൺവെർസേഷൻ പോലെ ഞാൻ പറയും. അങ്ങനെയായിരുന്നു. പിന്നെ വീണ്ടും ഹാഫ് അവർ കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ ഇരുന്ന് ബ്രീത്തിങ് എന്നും പറഞ്ഞ് ഞങ്ങളെ ശ്വാസം പിടിച്ച് പഠിച്ച ആ ഒരു പാരാഗ്രാഫിലുള്ളത് ഒരു 10 മിനിറ്റ് എല്ലാവരോടും മനസ്സിൽ പറയാൻ പറയും. സ്വന്തമായിട്ട് മനസ്സിൽ വെറുതെ പറഞ്ഞാൽ മതി. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഓൺലൈൻ ആയതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല നമുക്ക്. എന്നാലും നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അതുപോലെയൊക്കെ നോക്കാം. ഓക്കെ, ഓൺലൈൻ ഉണ്ടെന്ന് വിചാരിച്ച് നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റ് ഒന്നും കുഴപ്പമില്ല, കുറവ് വരുത്താൻ പാടില്ലല്ലോ. നമുക്ക് ഒരു കൊല്ലമില്ലേ, ഒരു കൊല്ലം നമ്മൾ അടിച്ച് പൊളിച്ച് നമ്മൾ പഠിച്ചു പോകും അല്ലേ? അങ്ങനല്ലേ? അതെ മിസ്. ഓക്കെ, ഇനി ഒരാളും കൂടി വായിക്കണം എന്ന് പറഞ്ഞിരുന്നല്ല, അയാളും കൂടി വായിച്ചിട്ട് നമ്മൾ വായിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മൾ തള്ളിക്കളയരുത്. നമുക്ക് സമയമുണ്ട്. നമ്മളെല്ലാ പോയിന്റും തന്നെ എടുത്ത് തീർക്കണില്ല. ഇന്ന് നമ്മൾ 5 എണ്ണേ പഠിക്കണുള്ളൂ. ഈ 5 എണ്ണം കറക്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇന്ന് ഒരാളും കൂടി വായിക്കണം എന്ന് പറഞ്ഞല്ല. ആരാണ്? ഞാൻ വായിക്കും. റഫീന. ഓക്കെ, റഫീന സ്ഥലം എവിടെയാണ്? എന്റെ വീട് ചെങ്ങന്നൂര്, ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ല. ഓക്കെ, വായിച്ചു. Polio. It is caused by virus. Fever is the first sign, followed by weakness of limbs. Sometimes paralysis of the whole body may result. The treatment is physiotherapy. The defect may be permanent. ഓക്കെ, ഇനി വായിക്കാനുള്ളവർക്ക് നമുക്ക് അടുത്തത് വായിപ്പിക്കാം കേട്ടാ. എന്താ പറഞ്ഞേ? പോളിയോ. നമുക്കറിയാം ചില പേഷ്യൻസിന്റെ ഒക്കെ പോളിയോ ബാധിച്ചത് ജനിക്കുമ്പോ തന്നെയാണ് ഇവർക്ക് പോളിയോ. ജനിച്ച് ഒരു കുറച്ച് കഴിയുമ്പോഴാണ് ഇവർക്ക് പോളിയോ വന്നത് അല്ലെ? പോളിയോ വരുമ്പോൾ അവർ എങ്ങനെയായിരിക്കും? ചിലപ്പോ ഹാൻഡിക്യാപ്ഡ് പോലെയാവും, കാലൊക്കെ. പോളിയോ ബാധിച്ച് ചിലവർക്ക് മാത്രം ആ സമയത്ത് ഫിസിയോതെറാപ്പി കൊണ്ടൊക്കെ രക്ഷപ്പെടും. ചിലവര് അതുപോലെ തന്നെയായിരിക്കും. പിന്നീട് അവർ എത്ര വർഷം കഴിഞ്ഞാലും പോളിയോ ബാധിച്ചത് എങ്ങനെ? അവര് ഇതുപോലെ കാലുകൾ ചിലപ്പോഴും പോളിയോ ബാധിച്ചിട്ടുണ്ടാവും. അത് ജന്മനാ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു 5 വയസ്സൊക്കെ താഴേക്ക് ആവുമ്പോൾ അവർക്ക് പെട്ടെന്ന് പോളിയോ ബാധിച്ച്, അപ്പൊ ഇപ്പൊ അതിന്റെ ഇഞ്ചക്ഷൻസ് ഉണ്ട്. നമ്മൾ ജനിച്ച്
അതിന്റെ ഒരു ഇഞ്ചക്ഷൻസ് നമ്മൾ എടുക്കും. ഏതാ ഇഞ്ചക്ഷൻ? BCG ആണോ? ഒരു ഇഞ്ചക്ഷൻ എടുക്കില്ലേ നമ്മൾ ജനിച്ച ഉടനെ തന്നെ കുട്ടികൾക്ക് കൊടുക്കണ ഒരു ഇഞ്ചക്ഷൻ? BCG. അങ്ങനെ പിന്നെ പോളിയോ വാക്സിൻ അങ്ങനെയൊക്കെ കൊടുക്കണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പിന്നീട് കുട്ടികൾക്ക് ഇങ്ങനെ വരാതിരിക്കാൻ. ഇത് നമ്മളുടെ ശരീരത്തിൽ നല്ല ഹെൽത്തി ഉള്ള ആൾക്കാർ, നമ്മൾ ഹെൽത്തി ഉള്ള കുട്ടികളാണെങ്കിൽ പോലും പെട്ടെന്ന് അവർക്ക് ഇങ്ങനെ പോളിയോ ബാധിച്ചേക്കാം. ഇപ്പൊ ഇല്ല, അത് പണ്ടൊക്കെ കൂടുതലും അങ്ങനെയായിരുന്നു. പണ്ട് ഹോസ്പിറ്റലിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല. പെട്ടെന്ന് ഫിസിയോതെറാപ്പി എന്നൊക്കെ പറയണത് ഇപ്പൊ കുറച്ചാളായിട്ടുള്ളൂ ഫിസിയോതെറാപ്പീസ് ഒക്കെ വന്നിട്ട്. ഇപ്പൊ അങ്ങനെ ചെയ്യാനുള്ളത്, ആ ഫിസിയോതെറാപ്പി ചെയ്യാനുള്ളതൊന്നും അവർക്ക് നമ്മുടെ പാരന്റ്സ് അവര് ശ്രദ്ധിക്കില്ലായിരുന്നു. അപ്പൊ അറിയില്ല. മിസ്സേ, എന്റെ ഉമ്മയുടെ സിസ്റ്ററിന് അങ്ങനെയുണ്ട്. ആൾക്കിപ്പോ 40 വയസ്സായിട്ടുണ്ട്. ആള് നടന്നിരുന്നതാണ്. പിന്നെ ഈ പോളിയോ ബാധിച്ചിട്ട് ആൾക്ക് ഇങ്ങനെ വൈകല്യം വന്നു. പിന്നെ അത് മാത്രല്ല, പിന്നീട് അത് അവര് ആയുർവേദ ചികിത്സ ചെയ്തു പോയി. അപ്പോ കൂടുതലായിട്ട് തളർന്നു പോയി. ഇപ്പൊ മുട്ടിലെഴഞ്ഞിട്ടാണ് ആള് നടക്കുന്നതൊക്കെ. ശരിക്കും രണ്ട് കാലില് നടന്നിരുന്നാണോ? ഓടി നടന്നിരുന്നതാ. പോളിയോയില് ബാധിച്ചത്. ഇവിടെ കുറെ പേർക്ക് ആ സമയത്ത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. 100-ൽ 30% പേർക്കൊക്കെ അങ്ങനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞുമാടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നവരൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെ കാലിന് ചെറിയൊരു ഇതായിട്ട് ഞൊണ്ടല് പോലെ ആയിട്ട് നടക്കുന്നത്. പക്ഷെ കുഞ്ഞുമാനെ കൂടുതലായിട്ട് ആയുർവേദം ഒക്കെ ചെയ്തു. ആ സമയത്ത് സാമ്പത്തികമായിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ അവര് ആയുർവേദം ചെയ്താൽ മാറും എന്നുള്ള രീതിയിൽ ചെയ്തപ്പോ മൊത്തത്തിൽ കാല് ഇതായിപ്പോയി. പേശിയുടെ ബലക്കുറവ് വരുമ്പോള് ഒരു വൈറസ് കാരണമാണ്. നമുക്ക് പഠിച്ച് നോക്കാം എന്താണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ വൈറസ്. ഒരു വൈറസ്, ഇതിന്റെ കാരണമുള്ളത് ഒരു വൈറസ് ആണ്. ആ വൈറസ് കയറി നമ്മുടെ ശരീരത്തിന്റെ പേശികളിൽ ഹൈ ഫീവർ ആയിരിക്കും. ഫീവർ ഈസ് ദ ഫസ്റ്റ് സൈൻ ഫോളോഡ് ബൈ വീക്ക്നെസ് ഓഫ് ലിംസ്. പനിയാണ് ഇതിന്റെ ആദ്യ ലക്ഷണം. പോളിയോ ബാധിക്കുന്നവർക്ക് ആദ്യം പനി വരും. ഒരു വൈറസ് ബാധിച്ച് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പനി വരും. അതിന്റെ പനിയോടൊപ്പം തന്നെ നമുക്ക് എന്താ, വീക്ക്നെസ് ഓഫ് ലിംസ്, നമ്മുടെ ശരീരത്തിന്റെ കൈകാലുകൾ, ലിംസുകൾ എന്ന് വെച്ചാൽ ലിംസ് എന്താ, നമ്മുടെ കൈ കാലുകളൊക്കെ തളരും. ബലഹീനത, നമുക്ക് ബലമില്ലാത്ത പോലെയൊക്കെ തോന്നും. ചില സമയത്തൊക്കെ നമ്മൾ പെട്ടെന്ന് കുറെ നേരം ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ എണീക്കുമ്പോ നമുക്ക് കൈകാലൊക്കെ ഒന്ന് മരയിച്ചിട്ട് കാലൊക്കെ നമ്മൾ പറയും കാല് മരയിച്ചെന്ന്. അപ്പോഴെങ്ങനെ നമുക്കൊരു ജാതി ഒരു ഇറിറ്റേഷൻ പോലെ ആയിരിക്കും. 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ അത് ശരിയാവും. പക്ഷെ പോളിയോ ബാധിച്ചാല് നമ്മളത് ഇപ്പൊ ശരിയാവും എന്ന് വിചാരിച്ചാലും ആ ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ ചിലവര് രക്ഷപ്പെടും. ഇപ്പൊ ഫിസിയോതെറാപ്പിസ്റ്റ് കൊണ്ട് ഫിസിയോതെറാപ്പി ചെയ്ത് ഒരുപാട് പേര് അങ്ങനെ രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. ചിലവര് മാത്രം ഇത് ജീവിതകാലം മുഴുവനും ഇങ്ങനെ മുട്ടിലിഴഞ്ഞ് നടക്കും. അതൊരു ആർക്കും അങ്ങനെ ഇല്ലാതിരിക്കട്ടെ. ഇതുപോലെ തന്നെ എന്റെ മൂത്താപ്പ 4 മക്കളാണ്, 5 മക്കളാണ്. ഇതില് 4 പേർക്കും ഇതുപോലെ എഴഞ്ഞു നടക്കണ പ്രശ്നമാണ്. ആണല്ലേ? ഒരു ഫാമിലിയിൽ 4 പേർക്കും, ഒരു കുടുംബത്തിലെ 4 പേർക്കും അങ്ങനെ. 5 മക്കളില് 4 പേർക്കും ഇങ്ങനെ പോളിയോ ബാധിച്ചേക്കണേ. ലാസ്റ്റ് സ്റ്റേജ് എത്തിയപ്പോ എല്ലാരും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി, കിടപ്പായി പോയി. മൂത്താപ്പ മരിച്ച്. പിന്നെ മൂത്താപ്പയുടെ 2 ബ്രദർ ഉണ്ട്. അവരിപ്പൊ കിടപ്പാണ്. ഒന്നും ചെയ്യാൻ പറ്റൂല. അരക്ക് കീപ്പോട്ട് തളർന്ന്, കൈക്ക് കുഴപ്പമില്ല, പക്ഷെ അരക്ക് കീപ്പോട്ടാണ് തളർന്നത് എല്ലാവരുടെയും. ഇതിന് ഈ പോളിയോയില് വൈറസിന്റെ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് കയറാതിരിക്കാനായിട്ടാണ് നമ്മള് കുട്ടികളെ പോളിയോ എടുക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ അംഗൻവാടിയില് ടീച്ചർമാര് വന്ന് നമുക്ക് കൃത്യ സമയത്ത് എടുത്തില്ലെങ്കിലും നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് പറയും. അപ്പൊ നമ്മള് പോളിയോ ദിവസം നമ്മള് ചെമ്മരുമൊക്കെ എഴുതിയിടും. അത്രയും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് എന്താ, ഈ ഒരു വൈറസ് നമ്മുടെ പ്രതിരോധ ഇമ്മ്യൂണൈസേഷൻ ഇല്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് കയറും. അപ്പൊ അതിനുള്ള ആ ഒരു ഇഞ്ചക്ഷനാണ് നമുക്ക് ആ പോളിയോ തുള്ളിമരുന്ന് നമുക്ക് തരുമ്പോൾ അതിന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടണേ. നമ്മൾ വിചാരിക്കും ഒരു തുള്ളി പോളിയോ അല്ലേ കൊടുക്കണുള്ളൂ, അതിനെന്താ ഇത്ര ഇതെന്ന്. പക്ഷെ ഇത്രയും ഉണ്ട്. അത് കിട്ടാത്തത് കൊണ്ടും അതിന്റെ ഒക്കെ ഒരു കുറവ് കൊണ്ടും ഇപ്പൊ ഇത് വരാതിരിക്കാന് എല്ലാ ഹോസ്പിറ്റലിലും ഇഞ്ചക്ഷൻ ഉണ്ട്. ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അതിനെന്തോ വില, ഭയങ്കര 60,000-70,000 രൂപ കണ്ടാണ് ആ ഒരു ഇഞ്ചക്ഷൻ. അത്രയും കോസ്റ്റ്ലി ആയ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ വരാതിരിക്കാനോ അതെനിക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് സ്റ്റാർട്ടിങ് ചെയ്താൽ ഡോക്ടേഴ്സിന് അറിയാം ഇവര് ഒരു ഭാഗം മുഴുവനും പാരലൈസിസ് ആവും. അപ്പൊ അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആ ഇഞ്ചക്ഷൻ
കൊടുത്ത് 24 മണിക്കൂറിനുള്ളിൽ അവര് കറക്റ്റ് അത് പെട്ടെന്ന് മാറുന്ന പറയണത്. അവരുടെ ശരീരത്തിലോട്ട് ആ മരുന്ന് മൊത്തം പ്രവേശിച്ച് ഞരമ്പുകളും നെർവസൊക്കെ നല്ല കറക്റ്റ് ആവും. പിന്നെ ആ വൈറസിന് അവിടെ നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ സാധാരണ പോലെ ആവും എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഒരു വൈറസ് ആണ്. ഇതിന് കാരണമാകണത് ഒരു വൈറസ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിട. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ വൈറസ്. പിന്നെ ഇതിന്റെ ആദ്യ ലക്ഷണം, ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് പനിയാണ്. പനിയാണ്. പിന്നെ അതുപോലെ തന്നെ വീക്ക്നെസ് ഓഫ് ലിംസ്, നമ്മുടെ കൈകാലുകൾക്കൊക്കെ ഭയങ്കര ബലക്ഷീണമായിരിക്കും, ഭയങ്കര തളർന്ന പോലെ തോന്നും. സംടൈംസ് പാരലൈസിസ് ഓഫ് ദ ഹോൾ ബോഡി മേ റിസൾട്ട്. ചില സമയത്ത് നമ്മുടെ ശരീരം മൊത്തം എന്താവും, പാരലൈസിസ് ആവും. പാരലൈസിസ് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കിടന്ന കിടപ്പെന്ന് പറഞ്ഞില്ലേ, അവര് കിടന്ന ഒരു ഭാഗം ഫുള്ള് തളർന്ന് കിടക്കും. അവർക്ക് ജീവൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കിടന്ന അവര് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ പറയും ജീവനുണ്ട്, പക്ഷെ അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അതിനുള്ള ഒരു ഇതുണ്ടാവില്ല. കാരണം എന്താ, അവരെ ഹോൾ ബോഡി മൊത്തം അവർ പാരലൈസിസ് ആയി കിടക്കല്ലേ. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിയാണ്. അത് മാത്രമേ ഉള്ളൂ ഇതിനൊരു ട്രീറ്റ്മെന്റ്. പിന്നെ വരാതിരിക്കാനാണ് നമ്മൾ പോളിയോ വാക്സിൻ കൊടുക്കുന്നത്. ഇപ്പൊ ഇത് വന്നു കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ, വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ അതിനൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. അത് സാധാരണക്കാർക്ക് താങ്ങൂല, ഇല്ലാത്തവര് പോയി എടുക്കുന്നൊക്കെ പറയാറുണ്ട്. ആ ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് അറിയാൻ പറ്റും ഇവരിങ്ങനെ പാരലൈസിസ് ആവും, ഈ വൈറസ് ഇവരുടെ ശരീരത്തിൽ ഉണ്ടെന്ന്. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് അറിയാം, ബ്ലഡിൽ അറിയാൻ പറ്റും ഇന്ന വൈറസ് ആണെന്ന്. അപ്പൊ തന്നെ അവര് ഈ ഒരു ഇഞ്ചക്ഷന് സജസ്റ്റ് ചെയ്യും. എടുത്തു കഴിഞ്ഞാൽ 100% ഒരു 80% രക്ഷപ്പെടും. ട്രീറ്റ്മെന്റ് ഈസ് ഫിസിയോതെറാപ്പി. ഇപ്പൊ ഇതിലെ ട്രീറ്റ്മെന്റ് ഫിസിയോതെറാപ്പി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദ ഡിഫക്ട് മേ ബി പെർമനന്റ്. ചിലപ്പോ ഇതെന്താ നമ്മൾ പറഞ്ഞു, സ്ഥിരമായിട്ട് ജീവിതകാലം മുഴുവനും ഇത് അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ പറഞ്ഞല്ല, ഒരുപാട് കുഴപ്പമില്ലാതിരുന്ന ഒരു ഫാമിലിയിൽ 4 പേരുകൾ, അവര് ജീവിതകാലം മുഴുവനും അങ്ങനെ പെർമനന്റ് ആയിട്ട്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് സ്ഥിരാവില്ല, കുറച്ച് നാളത്തേക്ക് കിടക്കും. അല്ലെങ്കിൽ ആ വൈറസ് ശരീരത്തിൽ നിൽക്കണം വരെ സ്പ്രെഡ് ആയ മൊത്തം കുറെ നാള് കിടക്കേണ്ടി വരും. അതാണ്. ഓക്കെ, അപ്പൊ വേറെ ഒന്നുമില്ല. ഇത് പനിയാണ് ആദ്യ ലക്ഷണം, വൈറസ് ആണ് ഇത് കൊണ്ടുവരുന്നത്. ഇതിന്റെ കാരണമാകണത് നമ്മുടെ ശരീരത്തിന്റെ ലിംസ് ഒക്കെ വീക്ക് ആവും, കൈകാലുകളൊക്കെ തളർന്നു പോകും. പിന്നെ ചിലപ്പോ ഹോൾ ബോഡി പാരലൈസിസ് ആവും. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിസെൻട്രി എന്ന് വായിച്ചേ. നമുക്ക് അതോടുകൂടി ഇന്നത്തെ നിർത്താം. ഡിസെൻട്രി ആര് വായിക്കും? ആരാ? സൗമ്യാണോ പറഞ്ഞേ? അതെ അതെ. ഓക്കെ, സൗമ്യ വായിക്കും. Dysentery. This is the disease in which loose and abnormal motions are passed. Pain in the stomach is usually attended by loose motion. The motion contains pus and blood. The patient becomes very weak due to loss of water from the body. The patient should get prompt medical aid. ഓക്കെ, നമുക്കറിയാം ഡിസെൻട്രി എന്ന് പറയുമ്പോൾ കൂടുതലൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. എന്താ, വയറിളക്കം. നമുക്കറിയാം ലൂസ് മോഷൻ ഡിസെൻട്രി എന്ന് പറയണത്. അപ്പൊ ദിസ് ഈസ് ദ ഡിസീസ് ഇൻ വിച്ച് ലൂസ് ആൻഡ് അബ്നോർമൽ മോഷൻ, നമ്മുടെ വയറ്റിന്ന് ലൂസ് ആയിട്ടും ഒരു നോർമൽ അല്ലാതെ അബ്നോർമൽ ആയിട്ട് മോഷൻസ് പോണതാണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. അതിന് ഭയങ്കര നമുക്ക് വയറുവേദന ആയിരിക്കും, ഭയങ്കര പെയിൻ ആയിരിക്കും. ഇൻ ദ സ്റ്റൊമക്ക് ഈസ് യൂഷ്വലി അറ്റൻഡഡ് ലൂസ് മോഷൻ. ലൂസ് മോഷൻ വന്നവർക്ക് എന്തായിരിക്കും, ഓരോ പ്രാവശ്യം ലൂസ് മോഷൻ വന്നവര് ഒരു അരമണിക്കൂർ ഇടവിട്ട് ബാത്റൂമിൽ പോകും. ചിലപ്പോ 10 മിനിറ്റ് പോണവരുണ്ടാവും. ഇവര് ബാത്റൂമിൽ പോയി വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇവർക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും, ഒരു ഭയങ്കര വേദനയാണ്, വയറ് വേദനയാണെന്ന് പറയും അല്ലെ. അപ്പൊ അത് വന്ന് അവർക്ക് ഉണ്ടാവും. പിന്നെന്താ, ആ മോഷൻ കണ്ടെയ്ൻ പസ് ആൻഡ് ബ്ലഡ്. ചിലപ്പോ മോഷനിൽ ഇവരിങ്ങനെ നമ്മള് ലൂസ് മോഷൻ വരുമ്പോ നമ്മൾ വിചാരിക്കും ഭക്ഷണത്തിൽ ഇതൊക്കെയാണ്, എന്തെങ്കിലുമൊക്കെ പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇതുണ്ടാവും. ആ ഭക്ഷണത്തിന്റെ ഒരു ചെറിയ അംശം പോണ വരെയെങ്കിലും അവർക്ക് ആ വയറിളക്കം വരും. പിന്നെ വയറിളക്കം വന്ന് കഴിഞ്ഞ് അത് പോയി കഴിഞ്ഞാലും കുറെ കഴിയുമ്പോ പിന്നെയും അവർക്ക് വെള്ളം, ഇവരൊന്നും കഴിക്കണില്ല, ഇവർക്ക് പേടി. കാരണം എന്താ, എനിക്ക് ഇനി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ വയറ്റിൽ ഇങ്ങനെ പോകുമെന്നുള്ള പേടി കൊണ്ട് ഇവര് ഭക്ഷണം ഒന്നും കഴിക്കില്ല. പക്ഷെ ഇത് വെള്ളം മാത്രം കുടിക്കായിരിക്കും. പക്ഷെ ഈ വെള്ളം കുടിച്ചാലും അവർക്ക് അത് വയറ്റിൽ നിന്ന് പോകും. അപ്പൊ ഇങ്ങനെയായിരിക്കും വയറ്റിൽ നിന്ന് പോണേ, ഭക്ഷണമൊന്നും ഇല്ല. അപ്പൊ വയറ്റിൽ നിന്ന് പോണത് എന്താ, പസും ബ്ലഡ് ആയിരിക്കും, പഴുപ്പും ബ്ലഡ്.
രക്തവും പഴുപ്പും ഇങ്ങനെ വയറ്റിന്ന് പോകും. ദ പേഷ്യന്റ് ബിക്കംസ് വെരി വീക്ക്. നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം മുഴുവനും പോയി. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇടും. എന്താ വെച്ചാൽ എന്താ, ഇവര് തളർന്ന് ഇവര് എവിടെയെങ്കിലും വീഴും. ഇവര് ഭക്ഷണം കഴിക്കുന്നില്ല, ഇവർക്ക് ലൂസ് മോഷൻ. അത് ഇവരെ ബൾക്കായിരിക്കും ഇവരുടെ ശരീരം. ഒരു ഇവർക്ക് ആ സമയത്ത് ലൂസ് മോഷൻ വന്ന പേഷ്യന്റിനെ നമ്മൾ ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ഇവരെ വെയിൻ ഇങ്ങനെ കിട്ടില്ല. സിസ്റ്റർമാര് കുറേ നോക്കും, ചിലപ്പോ ഒരു 5 കുത്തെങ്കിലും കുത്തിടും ട്രിപ്പ് ഇടാൻ വേണ്ടി. എന്താ, ഇവർക്ക് വെയിൻ കിട്ടില്ല, വെള്ളം ഇല്ല ശരീരത്തില്, വെള്ളം പോയി, അവരുടെ ശരീരം വീക്കാ. അപ്പൊ അവർക്ക് ദ പേഷ്യന്റ് ബിക്കംസ് വെരി വീക്ക് ഡ്യൂ ടു ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ ബോഡി. അവരുടെ ശരീരത്തിലുള്ള എല്ലാ വെള്ളവും പോയി അവര് തളർന്ന്. ദ പേഷ്യന്റ് ഷുഡ് ബി പ്രോംപ്റ്റ് മെഡിക്കൽ എയ്ഡ്. ആ സമയത്ത് പേഷ്യന്റിന് എന്താ, നമ്മള് പോയി ഹോസ്പിറ്റലിൽ പോയി ഒരു അടിയന്തര സഹായം കൊടുക്കണം, മെഡിക്കൽ എയ്ഡ് കൊടുക്കണം ആ സമയത്ത്. അല്ലെങ്കിൽ പേഷ്യന്റ് തളർന്ന് വീഴും അല്ലെ. അപ്പൊ നമ്മൾ പേഷ്യന്റിന് പോയി നല്ലൊരു വൈദ്യസഹായം കൊടുത്ത് ഹോസ്പിറ്റലിൽ ചെന്ന് അവരെന്ത് ചെയ്യാ, ഡ്രിപ്പ് ഇടും. ഡ്രിപ്പ് ഇട്ട് പേഷ്യന്റിനെ കുറച്ചു നേരം കൈയൊക്കെ അടിച്ച് കറക്റ്റ് ഡ്രിപ്പ് ഒക്കെ ഇട്ട് പേഷ്യന്റ് ഒന്ന് സ്റ്റേഡ് ആയി കഴിയുമ്പോൾ നമ്മളോട് പറയും ഇനി വീട്ടിലേക്ക് പോയിക്കോ. കുറച്ച് നാളുകൾ നമ്മളോട് വെയിറ്റ് ചെയ്യും, നമ്മളെ ഒബ്സർവേഷനിൽ ഇടും. ഇനി ലൂസ് മോഷൻ ഉണ്ടോന്ന് നോക്കട്ടെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് നോക്കട്ടെ എന്നൊക്കെ പറയും. പിന്നെ നമുക്ക് പെയിൻ ആയിരിക്കും, ഭയങ്കര പെയിൻ ആയിരിക്കും ആ സമയത്ത്. പിന്നെ പസ്സും ബ്ലഡും വരും വയറ്റിൽ, നമ്മുടെ പസ്സും ബ്ലഡും വരും ലൂസ് മോഷൻ ഉള്ളവർക്ക്. പിന്നെ പേഷ്യന്റ് വെരി വീക്ക് ഡ്യൂ ടു ലോസ് ഓഫ് വാട്ടർ. എന്തുകൊണ്ട് അവര് വീക്ക് ആവണം, അത് അണ്ടർലൈൻ ചെയ്യാം. ഡിസെൻട്രി വന്ന പേഷ്യന്റ് വെരി വീക്ക്. എന്തുകൊണ്ടാ അവര് ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ ബോഡി, അവരുടെ ശരീരത്തിൽ നിന്ന് വെള്ളം പോയി, അതുകൊണ്ടാണ് അവിടെ അവർക്ക് വീക്ക് വന്നത്. അത് അണ്ടർലൈൻ ചെയ്തിടാം. ഓക്കെ, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡിസെൻട്രി വന്ന പേഷ്യന്റ് ഭയങ്കര വീക്ക് ആയിരിക്കും, ആ വീക്കിന് കാരണം എന്താണ്? അപ്പൊ എന്തെങ്കിലുമൊക്കെ 4 ഓപ്ഷൻ തരും. ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ ബോഡി, നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വെള്ളം നഷ്ടപ്പെട്ടിട്ട് അവർ വീക്ക് ആവണം, അതും നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് 5 പോയിന്റ് എടുത്തിട്ടുള്ളൂ. സിമ്പിൾ ആയ 5 പോയിന്റ് ആണ്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ 5 പോയിന്റ് എല്ലാവരും വായിച്ചു വരാം. ഇനി നമുക്ക് താഴെ അത് കഴിഞ്ഞിട്ട് നമുക്ക് 10, 6, 7, 8, 9, 10 എണ്ണം ഇനിയുണ്ട് നമുക്ക് പഠിക്കാൻ. 10 എണ്ണം കൂടി ഉള്ളൂ. അപ്പൊ അടുത്ത ക്ലാസ്സോടുകൂടി ഈ 10 എണ്ണം, അടുത്ത 5 എണ്ണം കൂടി പഠിക്കുമ്പോ നമ്മുടെ തീരും. ഓക്കെ, അപ്പൊ എല്ലാവരും അടുത്ത ക്ലാസ്സിൽ 5 എണ്ണം പഠിച്ചു വരില്ലേ? ഓക്കെ, എന്നാ താങ്ക് യു. നമുക്ക് ചെയ്യാം. Okay. Okay, miss. Thank you, 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 miss.